അപ്പൊ അതുകൊണ്ട് നീതിയുക്തമായ വിധികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരനാറികളെ, പ്രബുദ്ധരെ, നിനക്കൊക്കെ നേരും നെറിയുമില്ലെന്നത് മനസ്സിലാക്കാം. പക്ഷെ നീയൊക്കെ മറ്റിടത്തെ വലിയ പ്രബുദ്ധരാണെന്നാണല്ലോ ഭാവിക്കുന്നത്, അല്ലേ? പ്രബുദ്ധർക്ക് ചേർന്ന വിവരമോ വിചാരമോ വിവേകമോ നിനക്കൊക്കെ ഉണ്ടോടാ? വേണ്ട, വകതിരിവ് പോട്ടെ, ശകലം ഉളുപ്പ് ഒന്നുമില്ല. ഉണ്ടായിരുന്നേൽ ഇന്നലത്തെ കോടതി വിധി വന്നപ്പോൾ നീയൊക്കെ നടുവിരൽ വായിലിട്ട് വിരൽ തുമ്പ് കൊണ്ട് അണ്ണാക്കിൽ തലോടി അങ്ങനെ ഇരുന്നേനെ, ഒരക്ഷരം വിടാതെ കൗശലപൂർവ്വം അങ്ങനെ ഇരുന്നേനെ, ഇല്ലേ? എന്നാൽ അതുണ്ടായില്ല. കുറ്റവിമുക്തനായി കോടതി വിട്ടു വരുന്ന ദിലീപിനെ കണ്ടപ്പോൾ നീയൊക്കെ വെറും നീലക്കുറുക്കന്മാരായി മാറി. പൂർണ്ണചന്ദ്രനെ കണ്ടപ്പോൾ താനൊരു സാധാ കുറുക്കനാണെന്ന കാര്യം മറന്നുകൊണ്ട് ഉറക്കെ അങ്ങ് കൂവി വിളിച്ച് സ്വന്തം സ്വത്തും വെളിപ്പെടുത്തിയ ആ നീലക്കുറുക്കനെ പോലെ തന്നെ നിങ്ങൾ പ്രബുദ്ധർ കൂവി വിളിച്ചു പോയി. അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള ഭാവം നിന്റെയൊക്കെ വെറും പുറംപൂച്ച് മാത്രമായിരുന്നു, അല്ലേ? അതുകൊണ്ടാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചതിൽ നിനക്കൊന്നും ആഹ്ലാദിക്കാൻ കഴിയാതെ പോയത്. ഇരയ്ക്ക് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചു എന്ന് പറയുന്ന ഒരു വിചാരം മനസ്സുകൊണ്ട് പോലും നടത്താൻ നിങ്ങൾക്ക് പറ്റാതെ പോയത്. ആഹ്ലാദിച്ചില്ലെന്നത് പോട്ടെ, ആഹ്ലാദിക്കുന്നതായി അഭിനയിക്കാൻ പോലുമുള്ള ബുദ്ധി നിന്റെ ഒന്നും മണ്ടയിലില്ലാതെ പോയി എന്നതാണ് സത്യം. പ്രബുദ്ധരാണത്ര പ്രബുദ്ധർ. പൂർണ്ണചന്ദ്രനെ പോലെ കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായി വരുന്ന ദിലീപിനെ കണ്ടപ്പോൾ നീലനിറം പോലുള്ള, വെറുതെ തേച്ചു പിടിപ്പിച്ച നീലനിറം പോലുള്ള നിന്റെയൊക്കെ നാരീപ്രേമം മറന്ന് നിങ്ങളെല്ലാം ദിലീപിനെ നോക്കി ഓരിയിട്ടു. കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടതിൽ നിനക്കൊന്നും ആഹ്ലാദമോ ആശ്വാസമോ ഇല്ല. എന്നാൽ നീയൊക്കെ കുറ്റവാളിയായി വിധിച്ചവനെ കോടതി കുറ്റവിമുക്തനാക്കിയത് നിന്നെയൊക്കെ നന്നായി വിഷമിപ്പിച്ചു. അതായത് അതിജീവിതയോട് യാതൊരു കൂറും നിങ്ങൾക്കില്ല. നിങ്ങളിലുള്ളത് ദിലീപിനോടുള്ള വെറുപ്പ് മാത്രം, അല്ലേ? എത്രമാത്രം അധപ്പതിച്ച ജന്മങ്ങളാണ് പടുപാഴുകളെ നിങ്ങൾ, എത്രമാത്രം അധപ്പതിച്ച ജന്മങ്ങൾ. ദിലീപാണ് ഈ കേസിലെ കുറ്റക്കാരൻ എന്ന് നിങ്ങൾ ഉറപ്പിച്ചത് എങ്ങനെയാണോ? അതൊന്ന് പറഞ്ഞു തരാവോ? എങ്ങനെയാ നിങ്ങൾ അതൊന്ന് ഉറപ്പിച്ചത് ദിലീപാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണെന്ന ഉറപ്പ് മഹാഭാരതമാണ് നിങ്ങൾക്ക് തന്നത്, നമുക്ക് തന്നത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും ആ ഒരു ബോധ്യം നൽകിയത് മഹാഭാരതമാണ്. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. എന്നാൽ പീഡിപ്പിക്കപ്പെട്ടത് നടിയാണെങ്കിൽ പൾസർ സുനിയുടെ സുനയ്ക്ക് പീഡനാസക്തി പകർന്നത് ദിലീപ് ആണെന്നുള്ള ഉറപ്പ് ആരാണ് പ്രബുദ്ധരെ നിങ്ങൾക്ക് നൽകിയത്? ആരാണത് നൽകിയത്? മഹാഭാരതത്തിലോ അല്ലെങ്കിൽ മറ്റു പുരാണങ്ങളിലോ വേദോപനിഷത്തുകളിലോ ഒന്നും അങ്ങനെ പറയുന്നില്ലല്ലോ. ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പിന്നെ എവിടുന്നാണ് പ്രബുദ്ധരെ ഇത്രയ്ക്കും വലിയൊരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിച്ചത്? എവിടുന്നാണ് അത്? നിങ്ങളൊന്ന് പറ. അണ്ടകടാഹത്തിലെ കൊടും പ്രബുദ്ധരായിട്ടുള്ള സകലമാന മണ്ടന്മാരും ഒറ്റക്കെട്ടായി ദിലീപിനെ കുറ്റക്കാരനായി വിധിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള എന്ത് തെളിവാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തപ്പെട്ടത്? ആരാണ് നിങ്ങൾക്ക് അത് എത്തിച്ചത്? ആരാണ് നിങ്ങളത് ബോധിപ്പിച്ചത്? ഇനി നിങ്ങളെ എല്ലാം ക്ഷണിച്ചു വരുത്തി ദിലീപ് നിങ്ങൾക്ക് മുന്നിൽ ഇരുന്നാണോ പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തിയത്? അങ്ങനെയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ആയിരുന്നെങ്കിൽ ദിലീപിനെതിരെ സാക്ഷ്യം പറയാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് കോടതിയിൽ എത്താതെ പോയത്? എന്തായാലും പോകുന്നൊരു കാര്യം പറയാം. ദിലീപ് കുറ്റക്കാരനാണെന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായതല്ല കേട്ടോ. നിങ്ങളുടെ ആലോചനകൾ കൊണ്ട്, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളായി ഉണ്ടാക്കിയെടുത്തതല്ല അങ്ങനെ ഒരു ചിന്ത. അത് ആ നിലയിൽ അങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ്, ഉണ്ടായതല്ല, ഉണ്ടാക്കപ്പെട്ടതാണ്. ഒരു പ്രത്യേക കൂട്ടരുടെ വിഷവാഹികൾ മാത്രമാണ് നിങ്ങൾ പ്രബുദ്ധർ. മറ്റുള്ളവരുടെ അഭിപ്രായ വിസർജ്യം പേറുന്ന അപ്പിക്കുഴി മാത്രമാണ് നിങ്ങളുടെ മസ്തിഷ്കം. അതാണ് പോകേണ്ട ഒരു നിഗമനം. സ്വന്തമായ ഒരു അഭിപ്രായം രൂപീകരിക്കാൻ പാകത്തിന് കരുത്തുറ്റ ബുദ്ധി ഒരൊറ്റ പ്രബുദ്ധന്റെ മണ്ടയിലും ഇല്ല എന്നുള്ള ഒരു തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഈ ദിലീപ് കുറ്റാരോപിതനായ സംഭവം നടന്നതിന് ശേഷം കഴിഞ്ഞ 1 പതിറ്റാണ്ട് കാലം ഈ മലയാള സിനിമയിലും മാധ്യമരംഗത്തുമൊക്കെ ഒന്നുപോലെ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ അത് ശ്രദ്ധിക്കുന്നവർക്ക് പോകൻ പറയുന്നതിന്റെ ആ കാര്യം അങ്ങോട്ടേക്ക് കൃത്യമായും തിരിയും. ചിന്താശേഷി കുറഞ്ഞവന്മാർക്ക് കുറച്ചു കാലത്തിനകം ആലോചന കൂടാതെ കാര്യങ്ങൾ മനസ്സിലാവുന്ന നില വരുമെന്ന് പറയുന്ന ഒരു ശുഭപ്രതീക്ഷയും പോകൻ പങ്കുവെക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥ പരാതിക്കാരനായിട്ട് ദിലീപ് കൊല്ലാൻ കൂടാൻ നടത്തുന്ന ഒരു കാര്യമില്ല. കേസ് കൊണ്ട് തെളിവിനൊരു മെമ്മറി കാർഡ് ഉണ്ടാക്കണം. മെമ്മറി കാർഡ് റിക്കവറി ആകത്തില്ല. റിക്കവറി എടുത്താൽ പ്രത്യേക കസ്റ്റഡി എടുക്കണം. അതിനുവേണ്ടി ദിലീപിന്റെ അമ്മ, പ്രായമായ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പ്രതികരിക്കൊണ്ട് ക്രൈം രജിസ്റ്റർ ചെയ്തു. എന്തുണ്ടായ കേസ്? അത്രേ ഇപ്പോൾ ഈ പോങ്ങൻ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ പങ്കുവെക്കുന്നുള്ളൂ. പിന്നെ കൂട്ടത്തോടെ ഓരിയിട്ടതോടെ നിന്റെയൊക്കെ ആ താതരഹിതമായിട്ടുള്ള സ്വഭാവവും ഉള്ളിലിരിപ്പും അതൊക്കെ തലയ്ക്ക് വെളിവുള്ളവർക്ക് പിടികിട്ടി
എന്ന് പറയുന്ന ഒരു ബോധ്യവും എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോടാ ഊളകളെ. പൈസ കൊടുത്തുള്ള നീതി എനിക്ക് വേണ്ട. ശരിക്കും പറഞ്ഞാൽ നീയൊക്കെ വെറും പ്രബുദ്ധരല്ല, ഒന്നാം തരം നിഷ്പ്രബുദ്ധരാണ്. എന്ന് വെച്ചാൽ രഹസ്യൻ മരമണ്ടന്മാർ. മനുഷ്യരൂപം കൈവരിച്ച ബുദ്ധിശൂന്യതയുടെ പേരാണ് പ്രബുദ്ധ മലയാളികൾ എന്നത്. അതാണ് നിങ്ങൾ ഈ മാലോക സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതി ശിക്ഷിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്ക് പ്രാർത്ഥനയുള്ളത്. ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് നിങ്ങൾ പ്രബുദ്ധർക്ക് വിശ്വാസമില്ല അല്ലേ? പൾസർ സുനി പറയുന്നതാണ് നിങ്ങൾക്ക് സത്യവചനം. കോടതിയുടെ വിധിയല്ല, കുറ്റവാളിയുടെ മൊഴിയാണ് നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നത് അല്ലേ? പ്രബുദ്ധത നിങ്ങൾക്കില്ല എന്ന് മാത്രമല്ല കേട്ടോ അതിനർത്ഥം. സാമൂഹ്യ ബോധവും പരിഷ്കൃത ബുദ്ധിയും പുരോഗമന ഭാവവും കൂടി നിങ്ങൾക്കില്ലാതെ പോയി. അതാണ് നിങ്ങളുടെ ഈ കൂവൽ മാലോകരോട് പറയുന്നത്. എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഈ പൊങ്ങൻ ബഹുമാനപ്പെട്ട കോടതിയെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ, പൾസർ സുനി എന്ന ക്രിമിനലിന്റെ വാക്കുകളല്ല. കോടതി വിധി ദിലീപിനെതിരായിരുന്നാലും പൊങ്ങൻ ആ വിധിയെയും മാനിക്കുമായിരുന്നു എന്നുള്ളതാണ് നേര്. കോടതികളെ ബഹുമാനത്തോടെ സമീപിക്കേണ്ടത് ഈ പൊങ്ങന്റെ മാത്രമല്ല ഏതൊരു പൗരന്റെയും കടമയാണ്. സത്യത്തിൽ ഒരു കാര്യം പറയാതെ വയ്യ. പ്രബുദ്ധരായിട്ടുള്ള നിങ്ങളുടെ മണ്ടയിൽ അല്പമെങ്കിലും ബോധമുണ്ടായിരുന്നുവെങ്കിൽ, സ്വല്പമെങ്കിലും സ്ത്രീപക്ഷ ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി ആഘോഷിക്കേണ്ടിയിരുന്ന ഒരാളുടെ പേര് പോങ്ങൻ പറയാം കേട്ടോ. ബഹുമാന്യായിട്ടുള്ള ഹണി എം വർഗീസ്. ഈ വിധിച്ച ന്യായാധിപ അതിജീവിതയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹണി എം വർഗീസ് എന്ന ന്യായാധിപ ഈ കേസിന്റെ വിചാരണ നടപടികളിൽ വാദം കേൾക്കാനായി വന്നത്. ഇത്രത്തോളം ധീരയും സത്യസന്ധയും നിസ്വാർത്ഥമതിയുമായിട്ടുള്ള ഒരു ന്യായാധിപ നമ്മുടെ കോടതികളിലുണ്ടെന്ന ബോധ്യം നാരീപക്ഷ സ്ത്രീ സൗഹാർദ്ദ കേരളത്തിന് അഭിമാനിക്കാവുന്നതാണ്, അല്ലെങ്കിൽ അഭിമാനിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒരു പുരുഷ ജഡ്ജിയായിരുന്നു ഈ കേസിൽ വിധി പറയേണ്ടിയിരുന്നതെങ്കിൽ അദ്ദേഹം അല്പം ഒരു ആശയക്കുഴപ്പത്തിലാകുമായിരുന്നു എന്നുള്ള ഒരു വിചാരം പോകുന്നുണ്ട്. കാരണം മാധ്യമ മയക്കുമരുന്ന് മാഫിയയും മലയാള സിനിമയിലൂടെ വിദേശ മതവ്യാപാരം നടത്തുന്ന മതസ്ഥരും ഒന്നുചേർന്ന് വളരെ സമർത്ഥമായി പ്രബുദ്ധ കേരളത്തെ ദിലീപ് വിരുദ്ധരുടെ ഒരു കൂടാരമാക്കി മാറ്റിയിരുന്നു അല്ലേ? സാംസ്കാരിക നായകരും സാമൂഹ്യ പ്രവർത്തകരും പൊതുജന സേവന വ്യവസായികളും ബുദ്ധിജീവികളും നവസാമ്പ്രദായിക ഭേദം കൂടാതെ ഒട്ടുമിക്ക മാപ്രകളുമൊക്കെ ദിലീപിനെതിരായി നിലകൊള്ളുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞു പോയത്. ഒരുപക്ഷെ ഇപ്പോഴും സാധാരണ മനുഷ്യർ പോലും ദിലീപിനെ സംശയത്തോടെ നോക്കി തുടങ്ങിയിരുന്ന ഒരു സമയം. ദിലീപിനെ അനുകൂലിക്കുന്ന മട്ടിൽ എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്താൽ ഈ പോങ്ങന് പോലും ധാരാളം തെറികളും അധിക്ഷേപങ്ങളും കിട്ടുമായിരുന്നു എന്ന് ഓർക്കണം. പോങ്ങൻ എല്ലാ കാലവും ദിലീപിന്റെ ഒപ്പമായിരുന്നു. ഇഷ്ടം പോലെ തെറി പോങ്ങന് കിട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ ഈ സംഭവം നടക്കുന്നതിന്റെ തുടക്ക സമയത്ത് മാത്രം എനിക്കൊരു ചാഞ്ചാട്ടമുണ്ടായിരുന്നു. കേരളം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇതിങ്ങനെ ദിലീപിനെതിരെ പറയാൻ തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ എങ്ങാനും എന്ന് പറയുന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിരുന്നു. പിന്നെ എൻ്റെ ബുദ്ധി എന്നെ ചതിച്ചിട്ടില്ല, എൻ്റെ സാമാന്യബോധം എന്നെ ഒരിക്കലും വഴിതെറ്റിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഒരു കാലത്തും ഞാൻ ദിലീപിനെ സംശയത്തോടെ നോക്കിയില്ല. കാരണം എൻ്റെ യുക്തിബോധം, എൻ്റെ സാമാന്യബോധം എന്നെ ചതിച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത്. ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് തെറി കിട്ടി, ഒരുപാട് തെറി. അങ്ങനെ വരുമ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്ന ഉത്തമ ബോധ്യം വന്നാൽ പോലും ഒരു ന്യായാധിപന് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാൻ തീർച്ചയായിട്ടും ഉൾക്കിടിലം ഉണ്ടാവാം, സ്വാഭാവികമായും ഉണ്ടായിപ്പോവാം. ദിലീപിന്റെ സ്വാധീന ശേഷിക്കും അതുപോലെ ധനശക്തിക്കും ഇരപ്പെട്ടുകൊണ്ട് അന്യായമായ വിധി പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന ദുഷ്പേര് മരണം വരെ കേൾക്കേണ്ടി വരുമെന്ന് പറയുന്ന ഭയം ഏതൊരു ന്യായാധിപനും ഉണ്ടാവാം. അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ബുദ്ധിയുള്ള യന്ത്ര ന്യായാധിപന്മാർ വിധി പറയുന്ന ഒരു കാലത്തല്ലല്ലോ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കാലം വന്നിട്ടില്ല. നമ്മുടെ കോടതികളിലെ ന്യായാധിപന്മാർ ഇപ്പോഴും മനുഷ്യർ തന്നെയാണ്, എല്ലാ വികാര വിചാരങ്ങളുമുള്ള മനുഷ്യർ. സ്വാഭാവികമായും നാടിന്റെ മുഴുവൻ എതിർപ്പിന് പാത്രമാവാൻ ആരുമൊന്നും മടിക്കും. അവിടെയാണ് ഹണി എം വർഗീസ് എന്ന് പറയുന്ന ബഹുമാന്യ വനിത സധൈര്യം ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നത്. അതൊരു ഔദാര്യമല്ല, അവരവരുടെ ജോലി കൃത്യമായി ചെയ്തു, ഭയം കൂടാതെ ചെയ്തു, സത്യസന്ധമായി ചെയ്തു. എനിക്ക് വലിയ ബഹുമാനമാണ് അവരെ. അനുഭവിക്കേണ്ടി വന്ന അതിദാരുണമായിട്ടുള്ള അന്യായത്തിന് നീതി തേടി കോടതിയിലെത്തിയത് ഒരു സ്ത്രീയാണ്. അതവർക്കറിയാം. അവർക്ക് നീതി കൊടുക്കാൻ വേണ്ടി വക്കീലായി ചെന്നത് മറ്റൊരു സ്ത്രീയാണ്, അതും അവർക്കറിയാം. ന്യായമായും സ്ത്രീ കൂടിയായ ന്യായാധിപ ഒന്ന് പതറിപ്പോകാൻ മേലേ, ഉറപ്പായിട്ട് പോകാം. പക്ഷെ അതുണ്ടായില്ല, ആ പതർച്ച ഉണ്ടായില്ല. സ്ത്രീകൾക്ക് നീതി സമ്മാനിക്കുമ്പോൾ തന്നെ തെറ്റുകാരനല്ലാത്ത ഒരു പുരുഷന് സൽപ്പേര് നഷ്ടം ഭയന്നുകൊണ്ട്, തൻ്റെ സൽപ്പേര് പോകുമോ എന്നുള്ള ഭയം കൂടാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം ഉള്ളിൽ കൊണ്ടു നടന്ന് അനീതി വിധിക്കാതിരുന്ന ഹണി എം വർഗീസ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ന്യായാധിപയുടെ ധർമ്മചിന്ത തീർച്ചയായിട്ടും സമൂഹം കാണാതെ പോകരുതെന്ന് പറയുന്ന ഒരു അഭ്യർത്ഥനയുണ്ട് പോങ്ങന് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ. പ്രബുദ്ധരുടെ മുന്നിലല്ല, പൊതുസമൂഹത്തിന്റെ മുന്നിൽ കേട്ടോ.
അവരെ മറന്നു പോകരുത്. നിങ്ങൾ പ്രബുദ്ധർ, അത് മനസ്സിലാക്കി അവരെ ആഘോഷിക്കണമായിരുന്നു എന്നുള്ള ഒരു പക്ഷവും എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾ പ്രബുദ്ധരാണ്, നിങ്ങളുടെ മനസാക്ഷി അതിന് നിങ്ങളെ സമ്മതിക്കില്ല. 7-ാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. സകല പ്രബുദ്ധ സ്ത്രീകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യായാധിപയെ വല്ലാതെ കണ്ട് അധിക്ഷേപിച്ചു. പണത്തിനും ലോബികൾക്കും അപ്പുറത്ത് നിന്ന് നീതിപീഠം ജനാധിപത്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഹണി എം വർഗീസ് എന്ന് പേരായിട്ടുള്ള ആ ന്യായാധിപയുടെ പാദങ്ങൾ തൊട്ട് വളരെ ആദരവോടെ ഈ പോങ്ങൻ അവരെ നമസ്കരിക്കുകയാണ്. പോങ്ങനെ പോലുള്ള മനുഷ്യർ കോടതികൾക്ക് കൽപ്പിക്കുന്ന ബഹുമാനത്തെ അപമാനിക്കുന്ന നിലയിൽ വിധി പ്രസ്താവം നടത്താതിരുന്ന ബഹുമാന്യായിട്ടുള്ള ആ സ്ത്രീയുടെ, ആരാധ്യയായിട്ടുള്ള ന്യായാധിപയുടെ ധർമ്മചിന്തയെ ഈ എളിയ പുരുഷ പൗരൻ കൂപ്പ് കൈകളോടുകൂടി സമീപിക്കുകയാണ്. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും തേൻമധുരമുള്ള ഒരു വിധി സധൈര്യം പുറപ്പെടുവിച്ച ഹണി എം വർഗീസ് എന്ന് പറയുന്ന ന്യായാധിപയാണ് യഥാർത്ഥ അതിജീവിത. വഞ്ചകരും ഇരട്ടത്താപിസ്റ്റുകളും വിഡ്ഢികളുമായിട്ടുള്ള പ്രബുദ്ധർ മഹാഭൂരിപക്ഷമാകുന്ന ഈ സമൂഹത്തിലാണ് അവർക്കിനി അതിജീവിക്കേണ്ടത്. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ അവരല്ലേ അതിജീവിത, അതിജീവിക്കേണ്ടവൾ. പക്ഷേ അതിജീവനം സാധ്യമാവും, ഉറപ്പാണ്. കാരണം പ്രബുദ്ധ കേരളത്തിൽ ഇനി വരാനിരിക്കുന്നത് പോങ്ങയുഗമാണല്ലോ, അല്ലേ? പോങ്ങയുഗം ഏത്? എന്തായാലും ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് കാണിക്കുന്ന എല്ലാ പ്രബുദ്ധരോടുമുള്ള സ്നേഹം മുൻകൂറായി സമർപ്പിച്ചുകൊണ്ട് പോങ്ങനി സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറെ കൂടി കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നാലെ പറയുന്നതായിരിക്കും. ഒരു കാര്യം പോകൻ ഉറപ്പിച്ചു പറയാം, പണം വാങ്ങി വിധി പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന മട്ടിൽ അത്തരമൊരു ചിന്ത വളരെ വ്യക്തമായി സമൂഹത്തിലേക്ക് പകരുന്ന തരത്തിൽ നാവടിക്കുന്ന ധാരാളം മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ഇതൊക്കെ കോടതി ലക്ഷ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവന്മാർക്ക് അർഹമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകാനുള്ള എന്തെങ്കിലും ഒരു പരിശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പറയുന്ന ഒരു അഭിപ്രായവും കൂടി പങ്കുവെച്ചുകൊണ്ട് പോങ്ങനി സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കോടതികളിലുള്ള സാധാരണ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് പോലുള്ള സംസാരം അത് ആര് നടത്തി കഴിഞ്ഞാലും അത് പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. അത് വക്കീൽ നടത്തിയാലും അതല്ലെങ്കിൽ ആര് നടത്തിയാലും, വക്കീലെന്നല്ല ആര് നടത്തിയാലും അത് അംഗീകരിക്കാൻ പാടില്ല. സന്തോഷം.